നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതം ആദിപർവം പാണ്ഡുവിൻ്റെ ശാപകഥ. സാർവഭൗമനായി ഹസ്തിനപുരത്ത് രാജകൊട്ടാരത്തിൽ സുഖലോലുപനായി കഴിച്ചുകൂട്ടിയ പാണ്ഡു മൃഗയാ വിനോദത്തിനായി കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അദ്ദേഹം വനത്തിലെത്തി താവളമടിച്ചു. മൃഗയാ വിനോദത്തിൽ ഏർപ്പെട്ടു. ഒരു ദിവസം നായാട്ടിനിടയിൽ ഒരു കലമാൻ അതിൻ്റെ ഇണയോട് ചേരുന്ന അവസരത്തിൽ പാണ്ഡു ആ കലമാനിനെ എഴുതുവീഴ്ത്തി. ആ കലമാൻ തപശക്തിയുള്ള ഒരു മുനിപുത്രൻ ആയിരുന്നു. അമ്പുകൊണ്ട് താഴെ വീണ കലമാൻ മനുഷ്യസ്വരത്തിൽ പറഞ്ഞു, അല്ലയോ പാണ്ഡു, നീ ക്രൂരവും നിന്ദ്യവുമായ പ്രവൃത്തിയാണ് ചെയ്തത്. മൂഢാത്മാക്കൾ പോലും ഇത്തരം നീചകൃത്യങ്ങൾ ചെയ്യുകയില്ല. ധർമാനുഷ്ഠാനത്തിൽ പ്രസിദ്ധി പെറ്റ ഒരു വംശത്തിലെ അംഗമാണല്ലോ നീ. ഇപ്പോൾ നീ ധർമ്മത്തിൽ നിന്നും വ്യതിചരിച്ചിരിക്കുന്നത് കണ്ട് എനിക്ക് അത്ഭുതം തോന്നുന്നു. ഞാൻ എന്ത് അധർമ്മമാണ് ചെയ്തത്? രാജാവ് മൃഗവിനോദത്തിനിടയ്ക്ക് ഒരു മൃഗത്തിൻ്റെ നേർക്ക് അമ്പെയ്തതിൽ എന്ത് അധർമ്മമാണ് ഉള്ളത്? പാണ്ഡു ചോദിച്ചു. കലമാൻ പറഞ്ഞു, ശത്രുക്കളിൽ തന്നെ ആയാലും തഞ്ചവും തരവും നോക്കാതെ ആരും ശരം പ്രയോഗിക്കാറില്ല. വധിക്കേണ്ട സന്ദർഭത്തിൽ ചെയ്യുന്ന വധമേ ശ്രേഷ്ഠമായിരിക്കുകയുള്ളൂ. പാണ്ഡു ചോദിച്ചു, വീരന്മാർ കൗശലപ്രയോഗത്താൽ തെറ്റും ശരിയും നോക്കാതെ കൊല്ലാറില്ലേ? പിന്നെ നീ എന്തിനാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത്? കലമാൻ, മാൻ ഒരു ശാന്തജീവിയല്ലേ? അത് കാട്ടിൽ വെച്ച് ഇണചേരുന്നത് തെറ്റാണോ? ഇണചേരൽ എല്ലാ ജീവികൾക്കുമുള്ള സ്വഭാവമല്ലേ? യാതൊരു കുറ്റവും കാണിക്കാത്ത എന്നെ നീ വധിക്കുക കാരണം ഞാനിതാ നിന്നെ ശപിക്കുന്നു. ഞാൻ തപസിദ്ധിയുള്ള ഒരു മുനിയാണ്. കിന്തമൻ എന്നാണ് എൻ്റെ പേര്. മൃഗരൂപം പൂണ്ട് കാമിയായി നിൽക്കുന്ന എന്നെ വധിക്കുകയാൽ നീ സ്ത്രീയെ പ്രാപിക്കുന്ന സമയത്ത് നിന്റെ ജീവൻ അവസാനിക്കട്ടെ. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരം കൊണ്ട് അവശനായ ആ കലമാൻ മരിച്ചു. പാണ്ഡു ദുഃഖത്തിൻ്റെ പടുകുഴിയിൽ പതിച്ചു. അദ്ദേഹം ജീവിതത്തെ വെറുത്തു. തൻ്റെ പൂർവികരിൽ ചിലർ ചെയ്തതുപോലെ എല്ലാം ഉപേക്ഷിച്ച് തപസ് ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഈ വിവരം മനസ്സിലാക്കിയപ്പോൾ കുന്തിയും മാദ്രിയും അദ്ദേഹത്തെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചു. അദ്ദേഹം എവിടെ പോയാലും എന്ത് ചെയ്താലും അവരെ കൂടി ഭാഗവാക്കുകളാക്കണമെന്ന് അവർ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു. പാണ്ഡുവിൻ്റെ വാനപ്രസ്ഥം. പാണ്ഡു എല്ലാം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. സൈന്യത്തെയും വൃത്യഗണങ്ങളെയും ഹസ്തിനപുരിയിലേക്ക് മടക്കി അയച്ചു. താൻ വാനപ്രസ്ഥം സ്വീകരിച്ച് വനത്തിൽ കഴിഞ്ഞുകൂടാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് എല്ലാവരെയും അറിയിക്കുന്നതിനും ഏർപ്പാട് ചെയ്തു. പാണ്ഡുവിൻ്റെ തീരുമാനം അറിഞ്ഞപ്പോൾ എല്ലാവരും ദുഃഖിച്ചു. സഹോദരനെ പറ്റി ചിന്തിച്ച് ആഹാരാദി കാര്യങ്ങളിൽ താല്പര്യമില്ലാതെ ധൃതരാഷ്ട്രൻ കഴിച്ചുകൂട്ടിയെങ്കിലും അദ്ദേഹം രാജഭാരം കൈയേറ്റു. പാണ്ഡുവും ഭാര്യമാരും കൂടി ഫലമൂലങ്ങൾ മാത്രം ഭക്ഷിച്ച് വനത്തിൽ കഴിച്ചുകൂട്ടി. അവർ ഹിമാലയം, ഗന്ധമാദനം തുടങ്ങി പല സ്ഥലങ്ങളിലും സഞ്ചരിച്ച് അവസാനം ശതശൃംഗത്തിലെത്തി. അവിടെ അനവധി സന്യാസിമാർ തപസ് ചെയ്യുന്നുണ്ടായിരുന്നു. പാണ്ഡുവും അവിടെ താമസിച്ച് തപസ് ചെയ്തു. ശതശൃംഗത്തിലുള്ള താപസന്മാരെല്ലാം പാണ്ഡുവിനെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തു. ചിലർക്ക് അവൻ സഹോദരനായി, ചിലർക്ക് അവൻ ഉറ്റ സുഹൃത്തായിരുന്നു. മറ്റു ചിലർ അവനെ പുത്രനെ പോലെ സ്നേഹിച്ചു. ഒരു ദിവസം പാണ്ഡു മുനിമാരോട് പറഞ്ഞു, ഹേ പൂജ്യരെ, സന്താനമില്ലാത്തവർക്ക് സ്വർഗത്തിലെത്താൻ വഴിയില്ല. അതോർത്ത് ഞാൻ ദുഃഖിക്കുന്നു. മുനിമാർ പാണ്ഡുവിനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഭവാൻ ദുഃഖിക്കരുത്. ഞങ്ങൾ ദിവ്യചക്ഷുസുകൊണ്ട് എല്ലാം കണ്ടിരിക്കുന്നു. ദേവതുല്യരായ സൽപുത്രന്മാർ ഭവാന് ഉണ്ടാകും. അങ്ങോട്ടും വിഷമിക്കേണ്ട. ഇപ്രകാരം മുനിമാർ പറഞ്ഞത് കേട്ടപ്പോൾ പാണ്ഡുവിന് സമാധാനമായി. എങ്കിലും മുനിശാപം മൂലം ക്രിയാനാശം സംഭവിച്ചിരിക്കുന്ന തനിക്ക് എപ്രകാരമാണ് പുത്രലബ്ധി ഉണ്ടാവുക എന്ന് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. ഒരു ദിവസം കുന്തിയെ വിളിച്ച് അടുത്തിരുത്തി പാണ്ഡു പറഞ്ഞു, പ്രിയേ, മുനിശാപം മൂലം എനിക്ക് സന്തതി നഷ്ടമായിരിക്കുകയാണ്. യജ്ഞം, ദാനം, തപസ്, നിയമം എന്നിവയൊന്നും പുത്രനില്ലാത്തവനെ ശുദ്ധി വരുത്താൻ മതിയാകുകയില്ല. ഈ ചിന്ത എപ്പോഴും എന്നെ പീഡിപ്പിക്കുന്നു. പലവിധത്തിൽ പുത്രനെ നേടാമെന്ന് വിധിയുണ്ട്. അതുകൊണ്ട് സമന്മാരിൽ നിന്നോ ഉത്തമന്മാരിൽ നിന്നോ നീ സന്താനത്തെ നേടുക. ആപത്തിൽ അങ്ങനെ ആകണമെന്നാണ് മനു പറയുന്നത്. നീ ഭയപ്പെടേണ്ടതില്ല, മടിക്കേണ്ടതുമില്ല. പക്ഷെ കുന്തിക്ക് പാണ്ഡുവിൻ്റെ അഭിപ്രായം സ്വീകാര്യമായില്ല. പാണ്ഡുവിൽ നിന്നല്ലാതെ പുത്രനെ ജനിപ്പിക്കാൻ അവൾക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. പാണ്ഡു പിന്നെയും കുന്തിയെ നിർബന്ധിച്ചു. പുരാണേതിഹാസങ്ങൾ ഉദാഹരിച്ചു. പുത്രന്മാരില്ലാത്ത രാജാക്കന്മാർ പുത്രന്മാരെ സമ്പാദിക്കുകയും അങ്ങനെയുള്ള പുത്രന്മാർ ശ്രേഷ്ഠന്മാരായി തീരുകയും ചെയ്ത കഥകൾ പാണ്ഡു കുന്തിയോട് പറഞ്ഞു. സൗദാസൻ എന്ന രാജാവ് വസിഷ്ഠ മഹർഷിയെ കൊണ്ട് തൻ്റെ ഭാര്യ ദമയന്തിയിൽ പുത്രോത്പാദനം നടത്തിയ ചരിത്രം കൂടി അദ്ദേഹം കുന്തിയോട് പറഞ്ഞു. അദ്ദേഹം തുടർന്നു, എൻ്റെ ജന്മം തന്നെ എങ്ങനെയാണെന്ന് നിനക്കറിയില്ലേ? വ്യാസമഹർഷിയിൽ നിന്നാണ് കുരുവംശം നിലനിർത്താൻ വേണ്ടി ഞങ്ങളെ ജനിപ്പിച്ചത്. പ്രിയെ,
തൻ്റെ ഭർത്താവ് പറഞ്ഞാൽ ഭാര്യ അനുസരിക്കണമെന്നാണ് ദേവജ്ഞാനികൾ ഉറപ്പിച്ചു പറയുന്നത്. വിശേഷിച്ചും പുത്രനെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഭർത്താവ് സന്താനലബ്ധിക്ക് വേണ്ട മാർഗം ചിന്തിച്ചു പറഞ്ഞാൽ ഭാര്യ അത് അനുസരിക്കുക തന്നെ വേണം. അനുസരിക്കാതിരിക്കുന്നത് അധർമ്മമാണ്. ഞാൻ നിന്നോട് കേണുവീണ് അപേക്ഷിക്കുന്നു, നീ എൻ്റെ വാക്കുകൾ കേൾക്കുക. ദ്വിജതാമസ മുഖ്യന്മാരിൽ നിന്ന് കീർത്തിമാന്മാരായ പുത്രന്മാരെ ജനിപ്പിച്ചു തരിക. പാണ്ഡുവിൻ്റെ ആഗ്രഹത്തിന് വഴങ്ങാൻ കുന്തി നിർബന്ധിതയായി. പണ്ട് ദുർവാസാവ് തനിക്ക് നൽകിയ മന്ത്രോപദേശത്തെപ്പറ്റി വിശദമായി പാണ്ഡുവിനെ ധരിപ്പിച്ചു. എന്നാൽ കർണൻ്റെ ജനനത്തെപ്പറ്റി ഒന്നും തന്നെ അവൾ പാണ്ഡുവിനോട് പറഞ്ഞില്ല. പാണ്ഡവ കൗരവ ജനനം. ദുർവാസാവ് നൽകിയ മന്ത്രോപദേശത്തെപ്പറ്റി അറിഞ്ഞപ്പോൾ പാണ്ഡു അത്യധികം സന്തോഷിച്ചു. പുത്രലബ്ധിക്കുള്ള പ്രയാസങ്ങൾ തരണം ചെയ്തു കഴിഞ്ഞുവെന്ന് അദ്ദേഹം വിശ്വസിച്ചു. കുന്തി പറഞ്ഞു, പ്രഭു, ഭഗവാന്റെ ആജ്ഞയോടുകൂടി ഞാൻ മന്ത്രം ജപിച്ച് ഒരു ദേവനെ ആവാഹിക്കാം. ആ ദേവനിൽ നിന്ന് നമുക്ക് ഒരു പുത്രൻ ഉണ്ടാകും. ഏത് ദേവനെയാണ് ആവാഹിക്കേണ്ടത് എന്ന് അങ്ങ് ആജ്ഞാപിച്ചാലും. പാണ്ഡു, കുന്തി, നീ യമധർമ്മനെ ആവാഹിക്കുക. ആ ദേവനിൽ നിന്നുണ്ടാകുന്ന പുത്രൻ ഏറ്റവും ധാർമ്മികനായി തീരും. ധർമ്മൻ നമുക്ക് നൽകുന്ന പുത്രൻ ഒരിക്കലും അധർമ്മം ചെയ്യുകയില്ല. കുന്തി മന്ത്രം ജപിച്ച് യമധർമ്മനെ ആവാഹിച്ചു. അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. അവളുടെ അഭീഷ്ടം സാധിച്ചു കൊടുത്തു. കുന്തിക്ക് ഒരു പുത്രൻ ജനിച്ചു. ആ സമയത്ത് ഒരു അശരീരി കേട്ടു, ഇവൻ ധർമ്മിഷ്ഠരിൽ ശ്രേഷ്ഠനായിത്തീരും. ഇവൻ സത്യസന്ധനും വീരനായ യോദ്ധാവും ആയിരിക്കും. യുധിഷ്ഠിരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇവൻ 3 ലോകങ്ങളിലും പ്രശസ്തനായിത്തീരും. യുധിഷ്ഠിരൻ്റെ ജനനം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞു. അതിശക്തനായൊരു പുത്രൻ കൂടി വേണമെന്ന് പാണ്ഡുവിന് മോഹം തോന്നി. അദ്ദേഹം കുന്തിയോട് പറഞ്ഞു, കുന്തി, ക്ഷത്രിയർക്ക് ഭൂഷണമായിട്ടുള്ളത് കായിക ശക്തിയാണ്. ആകയാൽ അമിത ബലവാനായ ഒരു പുത്രനെ നേടുക. കുന്തി വായുഭഗവാനെ ആവാഹിച്ചു. വായുപുത്രനായിട്ട് ഭീമൻ ജനിച്ചു. അപ്പോഴും ഒരു അശരീരി ഉണ്ടായി. ഇവൻ സർവശക്തരിലും ശക്തനായിത്തീരും. ഭീമൻ ജനിച്ചതിൻ്റെ 10-ാം ദിവസം കുന്തി ഭീമനെ മടിയിൽ വെച്ചുകൊണ്ട് ഒരു പാറപ്പുറത്തിരുന്ന് കൊല കൊടുക്കുകയായിരുന്നു. പെട്ടെന്നൊരു വ്യാഘ്രം കുന്തിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. കടുവയെ കണ്ട് ഭയപ്പെട്ട കുന്തി ചാടി എഴുന്നേറ്റു. കുഞ്ഞ് അവളുടെ മടിയിൽ നിന്നും പാറ പുറത്തു വീണു. പാറ ഛിന്നഭിന്നമായി പൊട്ടിത്തകർന്നു. കുഞ്ഞിനൊന്നും സംഭവിച്ചില്ല. കുന്തിയും പാണ്ഡുവും ഇത് കണ്ട് അത്ഭുതപ്പെട്ടു. 2 പുത്രന്മാരായിട്ടും പാണ്ഡുവിന് തൃപ്തിയായില്ല. ലോകശ്രേഷ്ഠനായൊരു പുത്രൻ ഉണ്ടാകണമെന്നായിരുന്നു പിന്നീടുള്ള ആഗ്രഹം. അദ്ദേഹം അതേപ്പറ്റി ഗാഢമായി ആലോചിച്ചു. മനുഷ്യരെയും ദേവന്മാരെയും ഒരുപോലെ വെല്ലുന്നതിന് കഴിവുള്ള ഒരു പുത്രനെ ലഭിക്കുന്നതിന് വേണ്ടി ദേവേന്ദ്രനെ പ്രീതിപ്പെടുത്താനായി പാണ്ഡു ഉഗ്രമായി തപസ് ചെയ്തു. ഇന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടു. പാണ്ഡുവിൻ്റെ അഭീഷ്ടം സാധിക്കുമെന്ന് അനുഗ്രഹിച്ചു. പാണ്ഡു ഈ വിവരം കുന്തിയോട് പറഞ്ഞു. അവൾ മന്ത്രം ജപിച്ച് ദേവേന്ദ്രനെ ആവാഹിച്ചു. ദേവേന്ദ്രൻ കുന്തിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. കുന്തിക്ക് ദേവേന്ദ്രനിൽ നിന്നും ഒരു പുത്രൻ ജനിച്ചു. തത്സമയത്തും ഒരു അശരീരി ഉണ്ടായി. കുന്തി, നിന്റെ പുത്രൻ ശിവതുല്യ പരാക്രമനാണ്. ഇന്ദ്രനെ പോലെ അജയ്യനാണ്. ഇവൻ രാജാക്കന്മാരെ എല്ലാം കീഴടക്കി കുരുവംശത്തിന് പ്രസിദ്ധി ഉണ്ടാക്കി കൊടുക്കും. ഇവൻ ജാമദഗ്ഞൻ സമനാണ്. ജാമദഗ്ഞൻ പറയും പരശുരാമൻ. വിഷ്ണുവിനെ പോലെ പരാക്രമനാകും. ശങ്കരനെ പ്രീതനാക്കി പാശുപതാസ്ത്രം നേടും. അസ്ത്രവിദ്യയിൽ ഇവരെ ജയിക്കാൻ മറ്റാർക്കും സാധ്യമല്ല. പാർത്ഥൻ്റെ ജന്മസമയത്ത് ആകാശത്തു നിന്ന് പുഷ്പവൃഷ്ടി ഉണ്ടായി. ദേവന്മാരും മഹർഷികളും സ്തുതിഗീതങ്ങൾ പാടി. ഗന്ധർവന്മാർ തമ്പുരുമീട്ടി. അപ്സരസുകൾ നൃത്തമാടി. ഇതെല്ലാം കണ്ടപ്പോൾ ശതശൃംഗത്തിൽ തപസ് ചെയ്തിരുന്ന മുനിമാർ അത്ഭുതപ്പെട്ടു. അവർക്ക് പാണ്ഡുവിനോടും കുന്തിയോടുമുള്ള ബഹുമാനാദരങ്ങൾ വർദ്ധിച്ചു. കുന്തിക്ക് 3 പുത്രന്മാരായി. ഇതിനിടയ്ക്ക് ഗാന്ധാരിക്ക് 100 പുത്രന്മാർ ജനിച്ചു എന്നുള്ള വിവരം മാദ്രി അറിഞ്ഞു. തനിക്ക് പുത്രന്മാരൊന്നും ഇല്ലാത്തതിൽ മാദ്രി അത്യധികം ദുഃഖിച്ചു. മാദ്രിയുടെ ഹൃദയവ്യഥ മനസ്സിലാക്കിയ പാണ്ഡു ഒരു ദിവസം കുന്തിയോട് പറഞ്ഞു, നിനക്കുള്ള സന്താനലബ്ധിയിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. എന്നാൽ മാദ്രിക്ക് പുത്രദുഃഖം വലുതായിട്ടുണ്ട്. അവൾക്ക് പുത്രനുണ്ടാകുന്നതിനും അവളെ സഹായിക്കുക. കുന്തി അതിന് സമ്മതിച്ചു. അവൾ മാദ്രിയെ വിളിച്ചിട്ട് പറഞ്ഞു, മാദ്രി, നിനക്ക് ഇഷ്ടമുള്ള ദേവനെ ചിന്തിക്കുക. ഞാൻ മന്ത്രം ജപിച്ച് ആവാഹിക്കാം. നിനക്ക് ആ ദേവനിൽ നിന്നും സന്താനം ഉണ്ടാകും. മാദ്രി അശ്വിനി ദേവകളെയാണ് സ്മരിച്ചത്. ഇരട്ടകളായ അവരിൽ നിന്ന് ഗർഭം ധരിച്ച മാദ്രി ഇരട്ട കുട്ടികളെയാണ് പ്രസവിച്ചത്. അസാധാരണമായ സൗന്ദര്യത്തിൻ്റെ ഉടമകളായിരുന്നു ഈ കുട്ടികൾ. കുട്ടികൾക്കെല്ലാം ശതശൃംഗത്തിലെ മുനിമാരുടെ നേതൃത്വത്തിൽ പേരിടൽ കർമ്മം നടത്തി. കുന്തിയുടെ മക്കൾക്ക് യഥാക്രമം യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ എന്നീ പേരുകൾ നൽകി. മാദ്രിയുടെ പുത്രന്മാരിൽ ആദ്യം പിറന്നവന് നകുലനെന്നും രണ്ടാമത് പിറന്നവന് സഹദേവനെന്നും പേരിട്ടു. കുട്ടികൾ പഞ്ചപാണ്ഡവന്മാരായി ശതശൃംഗത്തിൽ വളർന്നു. അവർ പഞ്ചനക്ഷത്രങ്ങളെപ്പോലെ ശോഭിച്ചു. ഇനി 100 ജനനം എന്ന ഭാഗം അടുത്ത വോയിസിൽ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം.